ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഈസി കോഡ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 10 ആണ്. ഇന്ന് നമ്മുടെ ഡേ 9 ആയിരുന്നു. നാളെ 10 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാൻ തന്നിരുന്നത് ഫിസിക്സ് ആയിരുന്നു. ഇന്ന് തന്നിരുന്നത് ഫിസിക്സ് 9th ചാപ്റ്റേഴ്സ് ആയിരുന്നു തന്നിരുന്നത്. എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ക്ലാസ് എല്ലാം കിട്ടണം എന്നുണ്ട്, പക്ഷേ എനിക്ക് അതിനുള്ള ടൈം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ സാരമില്ല, ഞാൻ റിവിഷൻ നമ്മൾ വരുമല്ലോ, അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള കമൻസൊക്കെ എല്ലാവരും ഒന്ന് ഇടണം കേട്ടോ. എല്ലാവരും ആ ക്ലാസ്സൊക്കെ ഒന്ന് യൂസ്ഫുൾ ആക്കണേ. പിന്നെ എന്തായി, എല്ലാവരും നന്നായിട്ട് പഠിച്ചോ? എന്തെങ്കിലുമൊക്കെ പെൻഡിങ് വന്നോ? അപ്പം നന്നായിട്ട് തന്നെ പഠിച്ച് വരണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും വലിയ പാടായിരിക്കും. കുറേ പെൻഡിങ് അങ്ങനെ വരുത്തരുത്. എല്ലാവരും മാക്സിമം പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ 10 ദിവസം നന്നായിട്ട് നല്ല പ്രൊഡക്റ്റീവ് ആക്കിയെന്ന് ഉറപ്പുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നാളെ ഇന്നെൻ്റെ ദിവസം ഇത്തിരി ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അത് ഞാൻ അങ്ങോട്ട് വരുമ്പം പറയാമേ. അപ്പം നാളെ നമുക്ക് ഡേ 10 ആണ്. SCERT ഫിസിക്സ് ആണ് നമ്മളെടുക്കുന്നത്. അതുകൂടെ കൊണ്ടിട്ട് നമ്മുടെ ഫിസിക്സ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ SCERT നമ്മൾ സയൻസും കവർ ചെയ്യുകയാണ്. ബാക്കിയുള്ള SCERT എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരുന്നു. ഫിസിക്സ് നാളെ കംപ്ലീറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ക്ലാസ് 10 ചാപ്റ്റർ 4 പ്രകാശത്തിൻ്റെ പ്രതിപതനം. പ്രകാശം നമുക്ക് പഠിക്കാനുണ്ടേ. അപ്പോൾ പ്രകാശത്തിൻ്റെ പ്രതിപതനം. പിന്നെ ചാപ്റ്റർ 5 പ്രകാശത്തിൻ്റെ അപവർത്തനം. ചാപ്റ്റർ 6 കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. പിന്നെ ചാപ്റ്റർ 7 ഊർജ്ജ പരിപാലനം. അത് കഴിഞ്ഞിട്ട് ക്ലാസ് 7 ഒരു ചാപ്റ്ററുണ്ട്. അത് നമ്മൾ നോക്കിയിട്ടില്ലായിരുന്നു, അതുകൂടെ നോക്കണം കേട്ടോ. അത് ചെറിയ ചാപ്റ്ററാണേ. ചാപ്റ്റർ 2 പ്രകാശ വിസ്മയങ്ങൾ. ഓക്കെ, പിന്നെ കറണ്ട് അഫേഴ്സ് വരുമ്പോൾ G20 നോക്കണം, കേന്ദ്ര മന്ത്രിസഭ നോക്കണം. അതിൽ മിനിസ്റ്റേഴ്സാണ് നോക്കേണ്ടത്, കേന്ദ്ര മന്ത്രിസഭയിലെ മിനിസ്റ്റേഴ്സ്. പിന്നെ ലോക്സഭാ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് കണ്ടൻറ് ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെ PDF ഞാൻ നമ്മുടെ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ടെലിഗ്രാമിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്തേക്കുക. അപ്പം നമുക്ക് അതിനകത്തുനിന്ന് ടൈം ടേബിളും PDF-ഉം പിന്നെ ഞാൻ ക്ലാസ്സിൻ്റെ ലിങ്കും എല്ലാം കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഈ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും, അതിനകത്തുനിന്നൊന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ PSC ഈസി കോഡ് ടൈപ്പ് ചെയ്താലും മതി ടെലിഗ്രാമിൽ കേട്ടോ. അപ്പം അങ്ങനെ ജോയിൻ ചെയ്താലും മതി. ഓക്കെ, ഇനി മാത്സ് വന്നിട്ട് ഡെസിമൽ നമ്പേഴ്സാണ്. ഡെസിമൽ നമ്പേഴ്സ് ഫുള്ള് നോക്കണം കേട്ടോ. ഒരു ദിവസമേ ഞാൻ തരുന്നുള്ളൂ ഡെസിമൽ നമ്പേഴ്സിന്. അപ്പോൾ അത് എല്ലാം നോക്കണം. അതായത് നമ്മുടെ ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സ് കുറച്ച് കുറവല്ലേ, അപ്പോൾ പിന്നെ കറണ്ട് അഫേഴ്സും മാത്സും നമുക്ക് നോക്കാം. അപ്പം നാളെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടൈം ടേബിളാണ്. നാളെ നമ്മൾ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്, കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സ് ഇടാഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത്രയും ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് വരിക. പെൻഡിങ് ഒക്കെ വരുന്നവരുണ്ടായാലും കുഴപ്പമില്ല, നമുക്കിനി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ശരിയായി പൊക്കോളും. എല്ലാം കൂടെ അങ്ങ് ഭയങ്കര സ്ട്രെസ് ആവരുത്. നമുക്ക് അതങ്ങ് മാനേജ് ചെയ്ത് പൊക്കോളും. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങ് അറ്റം വരെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, നമുക്കിത് കുറയ്ക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നവരാണെന്നോ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് സുഖമില്ലെന്നോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രശ്നമുണ്ടെന്നോ ഒന്നും നമ്മളൊരു റീസണും പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മുടെ കൂടെ കോമ്പറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ആ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് നമ്മൾ ആ എക്സാം എഴുതിയല്ലേ പറ്റുള്ളൂ. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, നമുക്ക് ഒരു റീസണും പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ കൂടെ നമ്മൾ എത്തണം. നമ്മളെങ്ങനെ നമ്മളുടെ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പഠിച്ചു പോയേ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്, അല്ലാതെ എനിക്കിത് കുറച്ച് തരാൻ പറ്റാത്തതുകൊണ്ടല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പറ്റുന്ന രീതിയിൽ അനുസരിച്ച് അങ്ങ് പഠിക്കേ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അനുസരിച്ച് അങ്ങ് പഠിക്കേ. ഓക്കെ, നമുക്ക് സെക്കൻഡ് റിവിഷൻ വരുമ്പോൾ എല്ലാം ശരിയാവും. മാക്സിമം ശ്രമിക്കണം കേട്ടോ, എല്ലാം പെൻഡിങ് ഇടാതെ മാക്സിമം ശ്രമിക്കണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്കും ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് കുഞ്ഞിന് സുഖമില്ലായിരുന്നു, അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കമൻസ് ഒന്നും നോക്കാൻ പറ്റിയില്ല. പിന്നെ PDF ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ നൈറ്റാണ് ഷെയർ ചെയ്ത്, നൈറ്റാണ് ഞങ്ങൾ വന്നത്. പിന്നെ അങ്ങനെ കുറേ ഞാൻ പിന്നെ എന്നിട്ട് ക്ലാസ്സുകൾ 2 ഞാൻ രാവിലെ ചെയ്തതായതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് 2 ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല. എല്ലാ ക്ലാസ്സുകളും ഇടണം എന്നുണ്ട്, പക്ഷേ ഉള്ള ടൈം കിട്ടുന്നില്ല കേട്ടോ. അപ്പം കറണ്ട് അഫേഴ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, പക്ഷേ എനിക്ക് ആ ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ പതുക്കെ ആ ക്ലാസ്സുകളൊക്കെ ഇടാം. അപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ റിവിഷൻ വരുമ്പോഴത്തേക്കും ആ ക്ലാസ്സുകളൊക്കെ നിങ്ങളെടുത്ത് യൂസ്ഫുൾ ആക്കിയാൽ മതി കേട്ടോ. നമുക്കിനി ഇതെല്ലാം തീർത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യാനുണ്ട്.
നമുക്ക് റാങ്ക് ഫെയിലിൽ എല്ലാ ടോപ്പിക്കെല്ലാം ഒന്ന് പഠിക്കാനുണ്ട്. ഇതൊക്കെ തീർത്തിട്ട് ഈ SCRT തീർത്തിട്ട് വേണം നമുക്ക് റാങ്ക് ഫെയിലിലെ എല്ലാ ടോപ്പിക്കുകളും പഠിക്കാൻ. എന്നിട്ട് സെറ്റ് ആവണം കേട്ടോ. എക്സാമിന് മുന്നേ നമ്മൾ പഠിക്കാത്തതായിട്ട് ഒന്നും കാണില്ല സിലബസിൽ. അപ്പോൾ അതേപോലെ നമ്മൾ എന്താണ് സിലബസ് ഫുൾ കവർ ചെയ്ത് SCRTയും കവർ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വേണം പോകാൻ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ ഓടി വന്നേക്കുക. നമ്മൾ ഈ എക്സാം എഴുതാൻ പോകുന്നത് നമ്മുടെ ഫുൾ എഫോർട്ട് എടുത്തിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആദ്യത്തെ എക്സാം പോലെയാണ് നമ്മൾ പോവേണ്ടത് കേട്ടോ. മാത്സ് ആരും പെൻഡിങ് ഇടരുത്. ജെറിൻ സാറിൻ്റെ ക്ലാസ്സോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്ലാസ് എല്ലാം എടുത്ത് കണ്ട് സെറ്റാക്കിക്കണം. നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് മാത്സ് സെറ്റാക്കിക്കണം. എല്ലാം ഓരോ പോർഷനാക്കി കേട്ടോ. അതായത് അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് എല്ലാം അടങ്ങിയ ഓരോരോ എന്താണ് ടോപ്പിക് വൈസ് ഞാൻ തരുന്ന ഇതിൽ തന്നെ എഴുതി വെച്ചിട്ട് അതെല്ലാം സെറ്റാക്കി വെച്ചോണം. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇക്വേഷൻസൊക്കെ അത് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പം നമുക്ക് PYQ ഒക്കെ അടുത്ത മാസം മുതൽ ചെയ്യാൻ തുടങ്ങണം. അപ്പം ഞാൻ കുറച്ചുകൂടെ PYQs ഒക്കെ ഡിസ്കസ് ചെയ്യാം. എല്ലാം ഫുൾ നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സാം നടത്തുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. നമുക്കിപ്പോൾ കുഴപ്പമില്ല. ഇതേ രീതിയിൽ നിങ്ങളുടെ സിലബസ് അങ്ങ് കവർ ചെയ്ത് പോകും. സിലബസ് കവർ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കുറേ വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് എല്ലാം ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ ഇതേപോലെ വന്നാലേ പറ്റൂ. നന്നായിട്ട് പഠിച്ച് വന്നാലേ പറ്റൂ കേട്ടോ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്ക്. എനിക്കപ്പം ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പം ഞാൻ ഫിസിക്സ് ആയതുകൊണ്ട് ഞാൻ കുറേ നോക്കി വെച്ചിരുന്നത് കൊണ്ട് പിന്നെ ഒരു വിധമൊക്കെ കൊണ്ടുപോയി. എന്നാലും മാത്സ് പെൻഡിങ് ആണ്. മാത്സ് പഠിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. നമുക്ക് ഇതുപോലുള്ള പല പ്രതിസന്ധികളും ഇങ്ങനെ വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരണമല്ലോ. അപ്പോൾ തീരെയും പറ്റാഞ്ഞുകൊണ്ട് കുഞ്ഞിനെ പിന്നെ കൊണ്ടുപോകേണ്ടി വന്നു. കാരണം മരുന്നൊക്കെ കൊടുത്തിട്ട് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെ കുറേ ആയി. ഇനിയിപ്പോൾ നാളെ എന്തോന്ന് അറിയത്തില്ല. അങ്ങനെ ആ ഒരു രീതിയിലാണ്. എങ്കിലും ഈ പ്രതിസന്ധികൾ വരും എന്നുള്ളത് നമ്മൾ മുന്നേ കൂട്ടി നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തിരിക്കണം. നമ്മൾ ഇതിനെ മറികടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയത്തിലെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇനി എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ ഇതിനെ വിടത്തില്ല എന്ന് നന്നായിട്ട് മനസ്സിനെ ഉറപ്പിച്ചോണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇപ്പം എനിക്ക് വന്നതുപോലെ ഇനി എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരും. അപ്പം ചിലപ്പോൾ ഗസ്റ്റുകൾ വരുമോ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരും. പക്ഷേ എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ ഇതിനെ വിടത്തില്ല എന്നുള്ള ഒരു ഇതെടുത്തോണം. കാരണം ആദ്യം മുതലേ നമുക്ക് നല്ല ആവേശം കാണും. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആവേശം കുറഞ്ഞു വരുന്നതാണ് നമ്മുടെ എക്സാമിന് നന്നായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റാത്തത്. അപ്പം അത് ഒരിക്കലും ഈ എക്സാമിന് ഉണ്ടാവരുത്. ഓക്കെ. അപ്പം ഞാൻ എന്നും നിങ്ങളെ ഓരോന്ന് പറഞ്ഞ് ഞാൻ ഒട്ടും സമയമില്ലാഞ്ഞിട്ട് ഞാൻ വന്നിട്ട് മോട്ടിവേഷനുമായിട്ട് വരുന്നത് തന്നെ നിങ്ങളാരും ഒരു ചുവട് പോലും പുറകോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പോർഷൻസൊക്കെ തീർക്കുക. നമുക്ക് നേടണം. ഈ എക്സാം നമുക്ക് നേടണം. ഓക്കെ. അപ്പം നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകളും എല്ലാം നിങ്ങൾ അറിയിക്കണം കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾ വ്യൂസ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലും ഒരു ഇതാവും. അപ്പം ഞാൻ ഇത്രയും സ്ട്രെയിൻ എടുത്തിട്ട് എനിക്ക് ആരും കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആരും കമൻറ്റ് ഇടുന്നില്ലല്ലോ, ലൈക്ക് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ എനിക്ക് ഒരു മനസ്സിൽ ഒരു വിഷമം തോന്നും. ഓക്കെ. എങ്കിലും ഞാൻ വീഡിയോസൊക്കെ ഇടും. എങ്കിലും വിഷമം തോന്നും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയോ നിങ്ങളുടെ എന്തെങ്കിലും ജസ്റ്റ് ഒരു കമൻറ്റ് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം നന്നായിട്ട് കയറി വരണം കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പം ഇതുകൂടെ അപ്ലോഡ് ചെയ്തിട്ട് വേണം ഞാൻ എന്നിട്ട് അവിടുന്ന് വന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ ചോദിച്ച PDF ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ കമൻസും ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ചാറ്റൊക്കെ കാണുന്നുണ്ട്. എല്ലാത്തിനോട് റിപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ. അപ്പം അതിനൊക്കെയുള്ള മറുപടിയായിട്ട് ഞാൻ ഈ വീഡിയോസിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും നന്നായിട്ട് കീപ് ഗോയിങ്. എനിക്കത്രേ പറയാനുള്ളൂ. ഓക്കെ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തേക്കണം. പിന്നെ പറയാനുള്ളത്, ഇനിയും തുടങ്ങാൻ
റെഡിയാണെന്നുണ്ടെങ്കിൽ, ഇനിയും ഞങ്ങളോടൊപ്പം പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ SCERT മാത്രമേ കവർ ചെയ്ത് വന്നുള്ളൂ. അത് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് എന്നാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽ നിങ്ങൾ തുടങ്ങിക്കൊള്ളുക. ഞങ്ങൾ കട്ടയ്ക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് തന്നെ തുടങ്ങിക്കൊള്ളുക കേട്ടോ. അപ്പം നല്ല രീതിയിൽ പഠിച്ച് നമുക്ക് റിവിഷനും അടിച്ച് ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തിട്ട് നമുക്ക് എക്സാമിന് പോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു.